ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്പ്ലെൻഡർ പ്ലസിൻ്റെ വയറിംഗ് കിറ്റ് യൂറോ 1 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകണം. സെയിം വയറിംഗ് കിറ്റ് തന്നെയാണ്. അതിൻ്റെ ലൈറ്റിൻ്റെയും കാര്യങ്ങളുടെയും ചെറിയ സോക്കറ്റുകളിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ സ്പ്ലെൻഡർ പ്ലസിൻ്റെ വയറിംഗ് കിറ്റ് യൂറോ 1 സെറ്റ് ചെയ്യുന്ന ടൈമിൽ സ്പ്ലെൻഡർ പ്രോയുടെ ഒരു ലൈറ്റ് സ്വിച്ച് അസംബ്ലിയാണ് സെറ്റ് ചെയ്യാനായിട്ട് പോണത്. പാസ് ലൈറ്റിൻ്റെ ഓപ്ഷനൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വയേഴ്സ് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്താണ്. അപ്പോൾ ഈ ഒരു വയറിങ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. ആദ്യം തന്നെ ഈ വയറിംഗ് കിറ്റിലെ വയറുകളൊക്കെ എന്തിനാണ് യൂസ് ചെയ്യണത്, ഏതൊക്കെ കളർ കോഡുകളാണെന്നുള്ളത് ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി തരാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വയറിംഗ് കിറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പുറത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ അടുത്തോ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ വീഡിയോ ഇപ്പോൾ ഫുള്ളായിട്ട് കാണാം. ഈ ഒരു വലിയ സ്ക്വയർ സോക്കറ്റും വരുന്ന ഭാഗമാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം. അതുപോലെ തന്നെ റിയറിലേക്ക് വരുന്ന ടൈമിൽ ഈ ഒരു ചെറിയ വയറിംഗ് കിറ്റിൻ്റെ ഭാഗമാണ് വരുന്നത്. അപ്പോൾ റിയറിൽ നിന്ന് തന്നെ തുടങ്ങിത്തരാം എന്തൊക്കെ വയറുകളാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. ഈ 3 പിന്നുകളോട് കൂടിയിട്ട് ഒരു മെയിൽ സോക്കറ്റ് വരുന്നുണ്ട്. അതിൽ ഈ ഒരു ഗ്രീനിൽ യെല്ലോ കളറും അതുപോലെ തന്നെ സെൻട്രലായിട്ടൊരു മെറൂൺ കളർ വയറും ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ഗ്രീൻ കളർ വയറും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക് ലൈറ്റും അതുപോലെ തന്നെ പാസ് ലൈറ്റിൻ്റെ കണക്ഷനിലേക്ക് കൊടുക്കുന്ന വയറുകൾ. അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ച് വയർ വരുന്നത് റിയർ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്കൈ ബ്ലൂ കളർ വയർ വരുന്നുണ്ട്. അത് റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനാണ്. അതുപോലെ തന്നെ 2 സോക്കറ്റ് വരുന്നൊരു ഗ്രീൻ കളർ വരുന്നുണ്ട്. അത് ഇൻഡിക്കേറ്ററിൻ്റെ നെഗറ്റീവ് കണക്ഷനാണ്. ഈ ഒരു പിങ്ക് കളർ വയർ വരുന്നുണ്ട്. അത് ഒരു റെസിസ്റ്ററിൻ്റെ കണക്ഷനാണ്. ഹെഡ്ലൈറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് വണ്ടിയിൽ വരുന്ന ഒരു റെസിസ്റ്ററിൻ്റെ കണക്ഷനാണ്. ഓൾമോസ്റ്റ് ആരും ഇതിനൊരു കണക്ഷൻസ് കൊടുക്കാറില്ല. അതിനുശേഷം കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുന്ന ടൈമിൽ ഒരു പോസിറ്റീവ് കണക്ഷൻ, അത് ഫ്യൂസ് കാരിയറിൻ്റെയും അതുപോലെ തന്നെ ഒരു റെഡ് കണക്ഷൻ വരുന്നത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യേണ്ട പോസിറ്റീവ് കണക്ഷനും. അതുപോലെ ഈ ഒരു ഗ്രീൻ കളർ വരുന്നത് ബാറ്ററിയിലേക്ക് കൊടുക്കേണ്ട നെഗറ്റീവ് കണക്ഷനുമാണ്. അതുപോലെ തന്നെ 4 പിന്ന് വരുന്ന ഈ ഒരു സോക്കറ്റും അതിൻ്റെ കൂടെ തന്നെ വരുന്ന 2 പിന്ന് വരുന്ന ഈ ഒരു സോക്കറ്റും കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ CDI യൂണിറ്റിലേക്കാണ്. ഈ ഒരു 2 സോക്കറ്റുകൾ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുന്ന ടൈമിൽ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ളൊരു ബ്ലാക്ക് റബ്ബർ കവറിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് വയേഴ്സ് ഉണ്ട്. അതിൻ്റെ കണക്ഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലിങ്ങനെ ഒരു എൽ പോലെ ബെൻഡ് വരുന്നൊരു ഫീമെയിൽ സോക്കറ്റാണ്. ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലാഷർ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള കണക്ഷനാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയായിട്ട് ഒരു ബ്ലൂ ആൻഡ് വൈറ്റും അതുപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു വയർ വരുന്നുണ്ട്. അത് നമ്മുടെ മാഗ്നറ്റിൽ നിന്ന് വരുന്ന പിക്കപ്പ് ഓയിലിൻ്റെ കണക്ഷനാണ്. പിന്നീട് അതിൽ നിന്ന് വരുന്നൊരു 4 സോക്കറ്റുള്ള പിന്നാണ്. അതിലൊരു യെല്ലോ കളറ്, അതുപോലെ തന്നെ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കളറ്, പിന്നെ ഒരു ഗ്രീൻ അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറ് വയർ വരുന്നുണ്ട്. ആ ഒരു വയറിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് കോയിലിൽ നിന്ന് വരുന്ന കണക്ഷനാണ്. അതിൽ ഗ്രീൻ കളർ നെഗറ്റീവും അതുപോലെ തന്നെ ഈ ഗ്രീൻ ആൻഡ് റെഡ് വരുന്നത് ന്യൂട്രൽ ലൈറ്റിൻ്റെ കണക്ഷനും, യെല്ലോ വരുന്നത് ലൈറ്റിൻ്റെ കണക്ഷനും, വൈറ്റ് ആ ഒരു കണക്ഷൻ അപ്പുറത്തേക്ക് വരുന്ന ടൈമിൽ അതുപോലെ ഇപ്പോൾ നേരത്തെ കണ്ട ഒരു സെയിം 4 സോക്കറ്റ് വരുന്ന ഒരു 4 വയറുകളോടുള്ളൊരു സോക്കറ്റ് കാണാനായിട്ട് പറ്റും. ഈ ഒരു സോക്കറ്റ് നമ്മുടെ റെക്ടിഫയറിലേക്ക് വരുന്ന കണക്ഷനാണ്. അത് ആ ഒരു സോക്കറ്റിനോട് കൂടെ തന്നെയായിട്ടൊരു സിംഗിൾ വയർ വരുന്നുണ്ട്. അതിലൊരു കോപ്പറിൻ്റെ ടെർമിനൽ കാണാനായിട്ട് പറ്റും. അത് റെക്ടിഫയറിന് നെഗറ്റീവ് കണക്ഷൻ കൊടുക്കാനായിട്ട് വന്നിട്ടുള്ള വയറാണ്. അതുപോലെ തന്നെ അതിന് മുൻപിലായിട്ടൊരു ഗ്രീൻ കളർ വയറും അതുപോലെ തന്നെ യെല്ലോയിലൊരു ബ്ലാക്ക് കളർ വയറും വരുന്നുണ്ട്. ഈ യെല്ലോയിൽ ബ്ലാക്ക് വയർ വരുന്നത് നമ്മുടെ ടാങ്കിനടിയിൽ വരുന്ന ഇഗ്നിഷൻ കോയിലിൻ്റെ പോസിറ്റീവും അതുപോലെ തന്നെ ഗ്രീൻ വരുന്നത് നെഗറ്റീവ് കണക്ഷനാണ്. ഈ ഒരു പോസിറ്റീവ് കണക്ഷനിലാണ് നമ്മൾ RPM സിഗ്നലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലോങ്ങിൽ ഒരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും ഒരു 2 വയറുകൾ വരുന്നുണ്ട്. അതിൽ ഗ്രീൻ കളറ് ഹോണിൻ്റെ നെഗറ്റീവും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ഹോണിൻ്റെ പോസിറ്റീവ് കണക്ഷനുമാണ്. അപ്പോൾ ഈ ഒരു 2 വയറുകൾ ഹോണിൻ്റെ കണക്ഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ബാക്കിൽ വരുന്ന എല്ലാ കണക്ഷനുകളും കഴിഞ്ഞു. അതുപോലെ സെൻറ്ററിൽ വരുന്ന കണക്ഷൻസും കഴിഞ്ഞ് ഫുള്ളായിട്ട് മുൻപിലേക്കത്തേക്കുള്ള കണക്ഷൻസാണ് പരിചയപ്പെടുത്താൻ പോണത്.
ആ ഒരു ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് സെപ്പറേറ്റ് ഒരു ബ്ലാക്ക് സ്ലീവോട് കൂടിയിട്ട് 3 കണക്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഈ ഒരു 2 സോക്കറ്റ് വരുന്ന ഗ്രീൻ കളർ ഇൻഡിക്കേറ്ററിൻ്റെ നെഗറ്റീവും അതുപോലെ തന്നെ ഓറഞ്ച് കളർ വരുന്നത് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററും ഈ ഒരു സ്കൈ ബ്ലൂ കളർ വരുന്ന വയർ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനാണ്. അതുപോലെ തന്നെ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനും അതുപോലെ തന്നെ ഗ്രീൻ ആൻഡ് ഒരു റെഡ് കോമ്പിനേഷനും വരുന്നൊരു മെയിൽ സോക്കറ്റാണ്. ഇതിൽ ഈ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കളർ ന്യൂട്രൽ ലൈറ്റിൻ്റെ നെഗറ്റീവ് കണക്ഷനും അതുപോലെ തന്നെ ഈ യെല്ലോ ആൻഡ് വൈറ്റ് കണക്ഷൻ വരുന്നത് നമ്മുടെ പെട്രോളിൻ്റെ ഗേജിലേക്ക് വരുന്ന ടാങ്കിൻ്റെ ഫ്ലോട്ടിൽ നിന്ന് വരുന്ന ഒരു കണക്ഷനാണ് ഈ ഒരു യെല്ലോ ആൻഡ് ഈ ഒരു വൈറ്റ് കളർ വയർ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീനും എല്ലാം കൂടെ വരുന്നൊരു ഫീമെയിൽ സോക്കറ്റാണ്. അപ്പോൾ ഈ ഒരു ഫീമെയിൽ സോക്കറ്റ് നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ടുള്ള വയറാണ്. ഈ കാണുന്നൊരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറ് ഒരു ഫീമെയിൽ കണക്ടറാണ്. ഇത് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ മെയിൻ കണക്ഷനാണ്. നമ്മുടെ ലൈറ്റ് അസംബ്ലിയിൽ നിന്ന് വരുന്ന ഇൻപുട്ട് കണക്ഷൻ ഇതിലേക്ക് കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന ഒരു കണക്ഷൻ ഡയറക്റ്റ് മീറ്ററിലെ ഇൻഡിക്കേറ്റർ അറിയാനായിട്ട് മീറ്ററിലെ കണക്ഷനിലേക്ക് കണക്ട് ചെയ്യാനാണ്. ഇത് വണ്ടിയുടെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനാണ്. അതുപോലെ ഈ ഒരു കണക്ഷൻ തന്നെയാണ് റിയറിലെ ഇൻഡിക്കേറ്ററിലേക്കും കണക്റ്റ് ആവുന്നത്. ഈ ഒരു ബ്ലാക്ക് വയറാണ്. ഇതിൽ 2 പിന്നുകൾ കുത്താനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊരു ഫീമെയിൽ സോക്കറ്റാണ്. ഇത് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന DC കണക്ഷനാണ് ഈ ഒരു ബ്ലാക്ക് വയർ. ഇതിലൊരു കണക്ഷൻ നമ്മൾ നമ്മുടെ ലൈറ്റും അതുപോലെ ഇൻഡിക്കേറ്ററും വരുന്ന ആ സ്വിച്ചിലേക്ക് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് പോകുന്ന ഒരു പോസിറ്റീവും അതുപോലെ ബ്രേക്ക് ലൈറ്റ് കത്താനായിട്ട് അതിനു വേണ്ടി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ബ്ലാക്ക് വയറിൽ വരുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സെക്ഷനിൽ വരുന്ന ഗ്രീൻ അല്ലാതെ കുറച്ചുകൂടി വണ്ണം കൂടിയ വയറിൽ വരുന്നൊരു ഗ്രീൻ വയറുണ്ട്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ നെഗറ്റീവ് കണക്ഷനും മെയിൻ ലൈറ്റിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ നെഗറ്റീവ് കണക്ഷനും അതുപോലെ തന്നെ പാർക്ക് ലൈറ്റിൻ്റെ നെഗറ്റീവ് കണക്ഷൻ എടുക്കാനായിട്ടാണ് ഈ ഒരു ഗ്രീൻ കളർ വയർ വരുന്നത്. നെക്സ്റ്റ് ഒരു മെറൂൺ കളർ വയറാണ് വരുന്നത്. 2 സോക്കറ്റ് നമ്മൾക്ക് ഇതിൽ വരുന്നുണ്ട്. 2 പിന്ന് കുത്താനുള്ളൊരു ഓപ്ഷനുണ്ട്. അതിലൊന്ന് നമ്മുടെ ഹെഡ്ലൈറ്റിൽ വരുന്ന പാർക്ക് ലൈറ്റിൽ കത്താനും അതേസമയം നമ്മുടെ മീറ്ററിലെ ലൈറ്റുകൾ കത്താനായിട്ടാണ് ഈ ഒരു വയർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഒരു 4 പിന്ന് വരുന്ന സ്ക്വയർ ടൈപ്പ് ഒരു സോക്കറ്റാണ് കാണുന്നത്. അതിൽ റെഡ് അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രീൻ അതുപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് കണക്ഷൻ. ഇത് നമ്മൾ യൂസ് ചെയ്യണത് ഇഗ്നീഷൻ കീയിലെ കണക്ഷനിലോട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യുക. ഇത് യൂസ് ചെയ്യണത് ഒന്ന് ഇഗ്നീഷൻ ഓണാക്കാനും 2 DC കണക്ഷൻ ഓണാക്കാനും വേണ്ടിയിട്ടാണ്. ബാറ്ററിയിൽ നിന്ന് വരുന്ന DC കണക്ഷൻ ഓണാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു 3 പിന്ന് കുത്താനുള്ളൊരു മെയിൽ സോക്കറ്റാണ് ഫ്രണ്ടിലും കാണുന്നത്. ഇതിൽ വരുന്ന എല്ലാവരും ലൈറ്റിൻ്റെ പോസിറ്റീവും അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ വരുന്നത് ഫോണിൻ്റെ പോസിറ്റീവും അതുപോലെ തന്നെ ഈ ഒരു ആഷ് കളർ കാണുന്ന വയർ നമ്മുടെ ഫ്ലാഷർ യൂണിറ്റിൻ്റെ പോസിറ്റീവുമാണ്. ഈ ഒരു പിങ്ക് കളർ വയർ കാണുന്നത് ലൈറ്റിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള റെസിസ്റ്ററിൻ്റെ കണക്ഷനും അതുപോലെ തന്നെ ഈ ഒരു ഓറഞ്ച് വയർ കാണുന്നത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിൻ്റെ മെയിൻ കണക്ഷനാണ്. ഈ ഒരു കണക്ഷൻ തന്നെയാണ് റിയറിലേക്കും പോണത്. അതുപോലെ തന്നെ മീറ്ററിലെ ഇൻഡിക്കേഷൻ കാണിക്കാനായിട്ടും ഈ ഒരു വയറിൽ നിന്നാണ് കണക്ട് ചെയ്ത് മീറ്ററിലേക്കുള്ള കണക്ഷനും വർക്ക് ചെയ്യണത്. ഇത്രയൊക്കെയാണ് വയറിംഗ് കിറ്റിൽ വരുന്ന കണക്ഷൻസ്. അപ്പോൾ നമുക്കിനി നേരെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഓൾറെഡി ആ ലൈറ്റിൻ്റെ സ്വിച്ച് അസംബ്ലി കട്ട് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഡയറക്റ്റ് ഫിറ്റാണ്. ഈ ഒരു മീറ്ററിൻ്റെ കേസ് നമ്മൾ ഫുള്ളായിട്ട് മാറിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് യൂസ് ചെയ്യുന്നത് നമ്മളൊരു 12 വോൾട്ട് ബാറ്ററിയാണ്. അതിൻ്റെ നെഗറ്റീവ് കണക്ഷൻ നമ്മൾ ഈ വയറിംഗ് കിറ്റിൽ വരുന്ന ഒരു ഗ്രീൻ കളറിലേക്ക് കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം പോസിറ്റീവ് കണക്ഷൻസാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ആദ്യം ഹെഡ്ലൈറ്റിൻ്റെ ഹൈ ബീം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ആ ഒരു ഹൈ ബീമിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ കളർ ഈ ഒരു ബ്ലൂ കളർ വയറാണ്. അപ്പോൾ ഒരു കണക്ഷൻ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ കത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആണ്. നെക്സ്റ്റ് പാർക്ക് ലൈറ്റിൻ്റെയാണ്. പാർക്ക് ലൈറ്റിൻ്റെ ഈ ഒരു മെറൂൺ കളർ വയറാണ്. മെറൂൺ കളർ വയർ ചെക്ക് ചെയ്യുന്ന ടൈമിലും പ്രോപ്പറായിട്ട് തന്നെ 2 മീറ്ററിൻ്റെ ആ ഒരു കേസിൻ്റെ ഉള്ളിലും ലൈറ്റുകൾ കത്തുന്നുണ്ട്. അപ്പോൾ പാർക്ക് ലൈറ്റിൻ്റെ കേസും ഓക്കെയാണ്. നെക്സ്റ്റ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനും ഈ ഒരു സ്കൈ ബ്ലൂ കളർ വയറാണ് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ
അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറാണ് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ. അപ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ന്യൂട്രൽ ലൈറ്റാണ് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ന്യൂട്രൽ ലൈറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രീൻ കളറ് ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് കണക്ഷൻ ഈ ഒരു ബ്ലാക്കിലേക്ക് കണക്ട് ചെയ്യണം. കാരണം ന്യൂട്രൽ ലൈറ്റ് നെഗറ്റീവാണ് സ്വിച്ചിലേക്ക് വരുന്നത്. അപ്പോൾ ന്യൂട്രൽ ലൈറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ഈ ഒരു ബ്ലാക്ക് കളർ വയറിലേക്ക് കണക്ട് ചെയ്യുക. ശേഷം ഈ സോക്കറ്റിൽ വരുന്ന ഗ്രീൻ വയർ, ആ ഗ്രീൻ വയറിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ ടൈമിൽ ന്യൂട്രൽ ലൈറ്റിൻ്റെ കണക്ഷൻസും കറക്റ്റാണ്. ഈ യെല്ലോ കളർ വരുന്നത് പെട്രോളിൻ്റെ ഇൻഡിക്കേഷനാണ്. അതും അതിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ ഒരു ഭാഗവും ക്ലിയറാണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റ്, അതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ റിയറിൽ വരുന്നതും, അതുപോലെ തന്നെ ബാറ്ററിയിലേക്ക് വരുന്ന കണക്ഷൻ, ഫ്യൂസിലേക്ക് വരുന്ന കണക്ഷൻ, അതുപോലെ റെക്ടിഫയറിലേക്ക് വരുന്ന കണക്ഷൻ, പിന്നെ നമ്മുടെ മാഗ്നറ്റിൽ നിന്ന് വരുന്ന കണക്ഷനുകൾ, അതുപോലെ തന്നെ ഈ ഒരു വയർ നമ്മുടെ പെട്രോളിൻ്റെ അളവ് അറിയാനുള്ള, അത് ടാങ്ക് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഫോണിൻ്റെ വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല, നിലവിൽ ആ ഒരു ഫോൺ മാറ്റാനുള്ളതാണ്. അപ്പോൾ ഫോണിൻ്റെ കണക്ഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പാസ് ലൈറ്റും കാര്യങ്ങളെല്ലാം വെച്ചതുകൊണ്ട് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ ഡയറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ ഡയറക്റ്റ് ആക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് വയറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ വയറിംഗ് കിറ്റിൽ നിന്ന് വരുന്ന മെയിൻ വയറിംഗ് കിറ്റിൽ നിന്ന് വരുന്ന ആ യെല്ലോ വയർ കട്ട് ചെയ്തിട്ട് ഈ 3 പിന്ന് വരുന്ന ഈ ഒരു സോക്കറ്റിൽ യെല്ലോ വയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇനി ഈ ഒരു കണക്ഷൻ നേരെ പോകുന്നത് ഈ സ്വിച്ചിലേക്കാണ്. സ്വിച്ചിലേക്ക് DC ഡയറക്റ്റ് പോയിട്ട് ഈ ഒരു ബ്ലൂ കളർ വയറിലേക്ക് ഈ ഒരു സോക്കറ്റിലേക്ക് ഡയറക്റ്റ് ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ വരും. അപ്പോൾ ഡയറക്റ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി കണക്ഷൻസ് എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഇനി ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുന്ന ടൈമിൽ ന്യൂട്രൽ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ് ഇടാം. പാർക്ക് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ, പാസ് ലൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഓക്കെയാണ്. അപ്പോൾ കണക്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഈ വണ്ടിയുടെ ഫുള്ളൊരു റിവ്യൂ വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ NSN ഡിസ്കവർ ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ വർക്കുകൾ ഉൾപ്പെടുത്താറുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം.